രാത്രി ഈ ഫ്രിഡ്ജിൽ നിന്നും ആരോ സ്വീറ്റ്സ് എടുക്കുന്നുണ്ട്. ഇതിന് എല്ലാത്തിനും കാരണം നീയാണ് പപ്പി. നൈറ്റ് ഡ്യൂട്ടി ടൈമിൽ നീ ഉറങ്ങുകയാണ് പപ്പി. വെരി ബാഡ്. അല്ല സാർ, കടന്ന് 10 രാത്രികളായിട്ട് ഞാൻ സ്വീറ്റിന് കാവലിരിക്കുകയായിരുന്നു സാർ. എനിക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെയാണ് മോഷണം പോകുന്നതെന്ന്. തീർച്ചയായിട്ടും ഇതിന് കാരണക്കാരൻ ആ ഗോപാലനും മാധവനുമായിരിക്കും സാർ. ശരി, നീ പറഞ്ഞതിൽ വല്ല കാര്യവുമുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ് കൊണ്ടുവന്ന് താ. ഇന്ന് രാത്രി മുഴുവൻ നീ ഉറങ്ങരുത്, മനസ്സിലായോ? ഈശ്വര, വെയിൽക്കാലത്ത് എങ്ങനെയാണ് ഈ മഴ വന്നത്? നീ വീണ്ടും നൈറ്റ് ഡ്യൂട്ടിയിൽ ഉറങ്ങിയാൽ ഞാൻ നിന്നെ ഇവിടെ നിന്നും പുറത്താക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവരെയും വകവരുത്തുന്നുണ്ട്. ഈ ഫോണിൽ കൂടെ ഞാൻ ഗോപാലനും മാധവനും മോഷ്ടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. എവിഡൻസ് വെച്ച് ഞാൻ അവരെ പിടികൂടാൻ പോവുകയാണ്. അവരെ ഞാൻ ഇന്ന് പിടികൂടും. എനിക്കിപ്പോ തണുക്കുന്നല്ലോ. ഈശ്വര, ലക്ഷ്മണ, ലക്ഷ്മണ, എനിക്ക് തോന്നുന്നത് കള്ളന്മാര് കിച്ചണില് വന്നു എന്നാണ് തോന്നുന്നത്. ഇന്ന് ഗുലാബ് ജാമുൻ ഞാനാണ് കഴിക്കാൻ പോകുന്നത്. കാരണം ഇന്നലെ രസഗുല്ല നിങ്ങളാണ് കഴിച്ചിരിക്കുന്നത്. ഞാൻ പേസ്ട്രി നിങ്ങളല്ലേ കഴിച്ചത്. അതുകൊണ്ട് എന്താ, അതിനു മുമ്പ് ജിലേബി നിങ്ങളല്ലേ കഴിച്ചത്. പേട സ്വീറ്റ്സ് ഒക്കെ നിങ്ങളല്ലേ തിന്നത്. അതിനു മുമ്പ് നമ്മൾ എന്താ തിന്നത്? ഞാൻ പറയാം. എന്റെ ഈശ്വര, നിങ്ങൾ സംസാരിച്ചതല്ല, ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഈശ്വര, ഞാൻ ഈ പ്രൂഫ് വളരെ ഭദ്രമായിട്ട് എടുത്തു വെക്കാൻ പോവുകയാണ്. രാവിലെ തന്നെ ഞാനിത് പ്രിൻസിപ്പളിനെ കാണിക്കാൻ പോവുകയാണല്ലോ. പെട്ടടാ നിങ്ങള്. നിങ്ങൾ ചെയ്ത ഈ തെറ്റ് കാരണം രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതെ ഇവിടെ ഇരിക്കേണ്ടി വന്നല്ലോ. നാളെ പ്രിൻസിപ്പൽ സാർ നിങ്ങളെ എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നതായിരിക്കും. എന്നിട്ട് വേണം എനിക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. പ്രിൻസിപ്പൽ സാറിന്റെ സ്വീറ്റ് മോഷ്ടിക്കുമ്പോ പിടികൂടിയാല് വസൂലി ബായിന്റെ കൂടെ പിടികൂടുന്നതെക്കാളും ഭയങ്കര പ്രശ്നമാവും. നമ്മുടെ കാര്യം പോക്ക. ഇപ്പൊ ഇതിന് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. പപ്പിയുടെ ഒപ്പം സമാധാനമായി നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ആ പ്രൂഫ് അടിച്ചു മാറ്റാം. ഇന്നെന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. നിന്റെ കയ്യിൽ എന്താണുള്ളത് ഗോപാൽ മാധവ? ഇൻവെസ്റ്റിഗേഷൻ ലെറ്റർ. ഉറങ്ങില്ലടാ, ഉറങ്ങരുത്, ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല. പപ്പി ബായ്, ഭയങ്കര പൊടി. ഞങ്ങള് പൊടി തട്ടുകയായിരുന്നു. അല്ല, നിങ്ങളുടെ ഷർട്ട് ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. ജനങ്ങള് മോർണിംഗ് വാക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, ടിക് ടോക്ക് ടിക് ടോക്ക് എന്ന്. പക്ഷേ ഈ പപ്പി ബായ് ഉണ്ടല്ലോ, ഇയാള് ലേറ്റ് നൈറ്റ് വാക്ക് എന്തിനാണ് പോകുന്നത്? ഇയാൾക്ക് എന്ത് പറ്റി? ഒരു പക്ഷെ ഇയാള് പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാനാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അതൊന്നും അല്ലട മരമണ്ടന്മാരെ. പപ്പി ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് സ്ലീപ്പ് വാക്കിംഗ്. അതെന്തായാലും നന്നായി. പ്രൂഫ് നമുക്ക് അടിച്ചു മാറ്റാലോ. അതെന്തായാലും പപ്പി ഒരിക്കലും മനസ്സിലാക്കില്ലല്ലോ. അതൊന്നും നിനക്ക് പറ്റില്ല ഗോപു. നിക്ക്, ഞാൻ എടുത്ത് കാണിക്കാം. ഫോൺ എങ്ങനെയാ എടുക്കണ്ടേ എടുത്ത് കാണിച്ചു തരാം. ഫോണെടുക്കാൻ പോയവനെ കണ്ടില്ലേ? തലയും കുത്തി താഴെ വീണ് കിടക്കുന്നത്. എടാ ഗോപു, പപ്പി ഇപ്പൊ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഞാനായിരുട്ടൊന്നും പോവില്ല. വിഷമിക്കണ്ട ഗോപു, ഞാനുണ്ടല്ലോ.
എന്ത് നെറ്റ് പ്രാക്ടീസോ ഈ രാത്രി സമയത്തോ? എടാ പപ്പി പറയുന്നത് ലക്കി ആ നെറ്റിലെ ഉന്തിയിടാനാ പറയുന്നത്. ഈ പപ്പി അങ്ങ് ചാടി പോയി കഴിഞ്ഞല്ലോ. മാധവ, ഈ പപ്പി എവിടെ ഉള്ളത്? എനിക്കും അതാ മനസ്സിലാവാത്തത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഞങ്ങൾ നിന്നെ 4 ഭാഗവും വളഞ്ഞിരിക്കുകയാണ് പപ്പി. പപ്പി ഇപ്പൊ മാനോളിനകത്ത് വീണുപോയി. നമ്മൾ എന്ത് ചെയ്യും മാധവ? ഇതാ നമുക്ക് പറ്റിയ സ്ഥലം. ഈ മാൻഹോൾ വഴി നമുക്ക് ഹൈവേയിൽ ചെന്നെത്താം. അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാം. പോലീസ് തലകിഴായി നിന്നാലും നമ്മെ പിടിക്കാൻ പറ്റില്ല. ഇല്ല പറ്റില്ല. അതിനകത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. ഒരു കാരണവശാലും ഞാൻ അകത്തേക്ക് പോവില്ല. എടാ നീ എന്തിനാ എന്റെ ഗോപുനെ ഉന്തിയത്? ഗോപു മാധവ്, എന്റെ വളരെ കൊച്ചുപ്രായത്തിൽ എന്റെ അമ്മ പറയുമായിരുന്നു, മോനെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭൂതം വരുമെന്ന്. പറഞ്ഞ പോലെ ഇന്ന് ഭൂതം എത്തിയെന്നാ തോന്നുന്നേ. പപ്പി താൻ എവിടെയാ? വേറെ ആരെയോ? ഭൂതം, പ്രേതം, എന്നെ രക്ഷിക്കാൻ ലക്ഷ്മൺ! ഭൂതം, ഭൂതം! ഈ ചെറുക്കന്മാര് നമ്മളെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും പറ? എടാ അതൊക്കെ വിട്ടേക്ക്. എടാ ഈ പേടിത്തൊണ്ടന്മാർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാ. ഞങ്ങള് പേടിത്തൊണ്ടെന്നാണോ പറഞ്ഞത്? ഇപ്പൊ കാണിച്ചാ ഞങ്ങൾ ആരാന്ന്. അയ്യോ, അന്നേ എന്റെ പൊന്നമ്മച്ചി എന്നോട് പറഞ്ഞതാ. എടാ നീ ഒന്നും മിണ്ടാതിരിയടാ. കൊച്ചു പ്രായത്തിന് നമ്മുടെ അമ്മ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നെങ്കില് ഇന്ന് നമുക്ക് ഈ ഗതി കേടൊന്നും വരില്ലായിരുന്നു. ഞാൻ ഇവിടെ എന്തെടുക്കാണ്? എന്റെ കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നല്ലോ. ഓടി ഓടി എന്റെ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എനിക്ക് തോന്നുന്നത് പ്രിൻസിപ്പൽ സാറ് പോലീസിനെ വിളിച്ചിരിക്കുകയാണെന്ന്. സ്വീറ്റ് കള്ളന്മാര് ഗോപാലനും മാധവനെയും അവന്മാരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടായിരിക്കും. ഇതെന്താ എന്റെ സ്കൂളിൽ പോലീസോ? അതെന്തിന്? പ്രിൻസിപ്പൽ സാറേ, ആ കള്ളന്മാരെ നിങ്ങളുടെ സ്വീറ്റ് അടിച്ചു മാറ്റിയത്. ഞങ്ങൾ അവന്മാരെ തന്ത്രമായിട്ട് പിടിച്ചു കളഞ്ഞു. അതേതായാലും നന്നായി. നിങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു സ്റ്റുഡൻസ്.
അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ശരിക്കുള്ള സ്വീറ്റ് കള്ളൻ ആരാണെന്ന് എനിക്ക് പറയണം സർ. ചേടാ പപ്പി, നീ എവിടെ ചെന്ന് വീണിട്ടാ ഈ ദുർഗന്ധം കൊണ്ടുവന്നിരിക്കുന്നത്? മോഷ്ടിച്ചതിന്റെ പ്രൂഫ് എവിടെയാണ് നീ തിരയാൻ പോയത്? പിന്നെ നീ ആ പറഞ്ഞ പ്രൂഫ് ഉണ്ടല്ലോ, അതെവിടെയാ? ഇതോ ഇവിടെയുണ്ട് സർ. പ്രൂഫ്. ചേടാ എവിടെയാണോ പ്രൂഫ്? നീ ചെന്ന് ഉറങ്ങും പപ്പി. നിനക്ക് ജയിൽ യൂണിഫോം ഇട്ട കള്ളന്മാരെയും എന്റെ ഇന്റലിജന്റ് ആയ സ്റ്റുഡൻസിനെയും കുറിച്ച് ഒരു വ്യത്യാസവും മനസ്സിലാകുന്നില്ല അല്ലേ?